മിസൈലുകളും റോക്കറ്റുകളും ഏറ്റ് തകർന്ന് പ്രേതാലയമായ കെട്ടിടങ്ങൾ, ബുള്ളറ്റുകളും ഷെല്ലുകളും കൊണ്ട് ചിതറിത്തെറിച്ച് കരിഞ്ഞിണങ്ങി മറഞ്ഞു. തലയ്ക്ക് മീതെ മരണം പതിയിരിക്കുന്ന ചോരയും മഞ്ഞും വീണ് കുഴഞ്ഞ ചെളിപ്പരുവമായ ട്രഞ്ചുകൾ, യുദ്ധഭൂമിയിൽ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും, തകർന്ന വെടിക്കോപ്പുകളും ടാങ്കുകളും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ ആവർത്തിക്കുകയാണ് യുക്രൈനിലെ ഡൊണക്സ് മേഖലയിലെ ബാക്മുത്തിൽ. നഗരത്തിന്റെ നിയന്ത്രണത്തിനായി കഴിഞ്ഞ 9 മാസമായി തുടരുന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ യുക്രൈനിയൻ പ്രതിരോധങ്ങൾ ഒന്നൊന്നായി തകർത്ത് റഷ്യൻ സേന മുന്നേറ്റം തുടരുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ റഷ്യൻ പതാക ഉയർത്തിയ വാഗ്നർ സംഘം സാങ്കേതികമായി നഗരത്തിന്റെ നിയന്ത്രണം അവകാശപ്പെട്ടു കഴിഞ്ഞു. യുക്രൈനിയൻ പ്രതിരോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും നെടുങ്കോട്ടയായിരുന്ന ബാക്മുത്തിന്റെ പതനം യുദ്ധഭൂമിയിൽ സൃഷ്ടിക്കുക ദൂരവ്യാപക ഫലങ്ങളാണ്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കുന്നതും വരാൻ പോകുന്ന പോരാട്ടങ്ങളുടെയും സമാധാന ചർച്ചകളുടെയും ഭാവി തീരുമാനിക്കുന്നതും ബാക്മുത്തിലെ ജയപരാജയങ്ങളാകും. കടുത്ത നാശനഷ്ടം നേരിട്ടിട്ടും ബാക്മുത്ത് വിട്ടുകൊടുക്കാതെ യുക്രൈൻ പ്രതിരോധം തുടരുന്നത് എന്തിന്? നഗരത്തെ വളഞ്ഞ് 3 മാസത്തിലധികമായിട്ടും ബാക്മുത്തിനെ പൂർണ്ണമായി കീഴടക്കാൻ റഷ്യയ്ക്കും വാഗ്നർ സംഘത്തിനും കഴിയാത്തത് എന്തുകൊണ്ട്? സൈനികർക്ക് പിന്മാറ്റ ഉത്തരവ് നൽകിക്കഴിഞ്ഞും യുക്രൈൻ ബാക്മുത്തിൽ സൈനിക വിന്യാസം നടത്തിയത് എന്തുകൊണ്ടാണ്? മഞ്ഞുകാലം വിട പറയുന്നതോടെ പ്രത്യാക്രമണം നടത്താനൊരുങ്ങുന്ന യുക്രൈനിന്റെ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ്? നാറ്റോ രാജ്യങ്ങൾ സംഭാവന ചെയ്ത ആധുനിക ടാങ്കുകൾ യുദ്ധഗതി മാറ്റിമറിക്കുമോ? വിശദമായി പരിശോധിക്കാം. ഞാൻ ജമീമ ജേക്കബ്, ജിയോ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ലോകത്ത് നടന്നിട്ടുള്ള ചില യുദ്ധങ്ങളെക്കാൾ പ്രസിദ്ധം അതിലെ പോരാട്ടങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡും ഇറാഖ് യുദ്ധത്തിൽ ബാറ്റിൽ ഓഫ് മൊസ്യൂളും ബാറ്റിൽ ഓഫ് ഫാൽജയുമെല്ലാം അത്തരത്തിൽ കടുത്ത പോരാട്ടങ്ങളാൽ ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ്. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടമെന്ന് കണക്കാക്കിയിരുന്നത് ബാറ്റിൽ ഓഫ് മാരിയുപോൾ ആയിരുന്നു. എന്നാൽ ആധുനിക ലോകം കണ്ടിട്ടുള്ള ഏറ്റവും രക്തരൂക്ഷിതവും തീവ്രവുമായ പോരാട്ടമാണ് ബാക്മുത്ത് എന്ന ചെറുനഗരത്തിന്റെ 15 കിലോമീറ്റർ പരിധിയിൽ നടക്കുന്നത്. മീറ്റ് ഗ്രൈൻഡർ എന്ന് വിളിപ്പേര് വീണ ബാക്മുത്തിന്റെ നിയന്ത്രണത്തിനായി ഇരുവശത്തുമായി ലക്ഷത്തോളം സൈനികർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. വാർ ഓഫ് അട്രീഷൻ എന്ന് പേരെടുത്ത ബാറ്റിൽ ഓഫ് ബാക്മുത്ത് ഇരുപക്ഷത്തിനും സൃഷ്ടിക്കുന്ന ആയുധനഷ്ടവും ആൾനാശവും കണക്കുകൾക്ക് അതീതമാണ്. 1ഉം 2ഉം ലോകയുദ്ധങ്ങളെ വെല്ലുന്ന ട്രെഞ്ച് യുദ്ധമുറയാണ് ബാക്മുത്തിൽ അരങ്ങേറുന്നത്. നഗരത്തിലും പരിസരങ്ങളിലുമായി ഇരുകൂട്ടരും നിർമ്മിച്ചിട്ടുള്ള കിലോമീറ്ററുകൾ നീളമുള്ള ട്രഞ്ചുകളിലെ സൈനികർക്ക് പിന്തുണയുമായി പിൻനിരയിൽ പീരങ്കികളും യുദ്ധ ടാങ്കുകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നിരീക്ഷണ ഡ്രോണുകളും ഒളിഞ്ഞിരിക്കുന്ന സ്നൈപ്പർമാരും എതിരാളിയുടെ നേരിയ സൈനിക നീക്കങ്ങളെ പോലും മുളയിലെന്നുള്ളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഷെഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന യെവ്ഗനി പ്രിഗോഷിന്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സൈനിക സംഘമായ വാഗ്നർ ഗ്രൂപ്പാണ് റഷ്യയ്ക്കായി ബാക്മുത്തിലെ പോരാട്ടം നയിക്കുന്നത്. റഷ്യയിലെ ജയിൽ പുള്ളികളെ മനുഷ്യ തിരമാലകളാക്കി യുദ്ധമുന്നണിയിൽ നിയോഗിച്ചാണ് വാഗ്നർ സംഘം യുക്രൈന്റെ പ്രതിരോധത്തെ പൊളിച്ചത്. ബാക്മുത്തിൽ 6 മാസം പിടിച്ചു നിന്നാൽ ജയിൽ മോചനം എന്ന വാഗ്ദാനം നൽകിയാണ് ദീർഘകാല തടവുള്ളികളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും വാഗ്നർ ഗ്രൂപ്പ് റിക്രൂട്ട് ചെയ്തത്. കുറഞ്ഞ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇവരെ യുദ്ധമുന്നണിയിൽ ആദ്യ സംഘമായി അയക്കും. ഇതോടെ യുക്രൈനിയൻ ട്രെഞ്ചുകളുടെ സ്ഥാനം മനസ്സിലാക്കുന്ന വാഗ്നർ സംഘം പീരങ്കി ആക്രമണവും പിന്നാലെ ട്രെഞ്ചുകൾ കേന്ദ്രീകരിച്ച് അസോൾട്ട് ഓപ്പറേഷൻ നടത്തുകയാണ്. ഡ്രോണുകളുടെ സഹായത്തോടെ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ കണ്ടെത്തുന്ന യുക്രൈൻ ആകട്ടെ റഷ്യൻ നീക്കങ്ങൾക്കെതിരെ കനത്ത പ്രതിരോധമാണ് ഒരുക്കുന്നത്. എന്നാൽ ചോരപ്പുഴകൾ ഒഴുക്കി മുന്നേറുന്ന വാഗ്നർ സംഘം ബാക്മുത്ത് നഗരത്തെ കീഴ്പ്പെടുത്തുന്നതിൽ ഏറെക്കുറെ വിജയത്തിലേക്ക് അടുക്കുകയാണ്. തന്ത്രപ്രധാനമല്ലെന്ന് യുക്രൈനും നാറ്റോയും ആദ്യഘട്ടത്തിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ബാക്മുത്തിന്റെ പതനം ഡോൺബാസ് മേഖലയിലേക്കുള്ള റഷ്യയുടെ തേരോട്ടത്തിന് വഴിതെളിക്കുമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒടുവിൽ തുറന്നു പറഞ്ഞു. കാരണം ഇത്രമേൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള മറ്റൊരു നഗരവും യുക്രൈനിൽ ഇല്ല എന്നതാണ് വാസ്തവം.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ സോവിയറ്റ് സൈന്യം സ്റ്റാലിൻഗ്രാഡ് അഥവാ ഇന്നത്തെ ഓൾഗോഗ്രാഡ് കേന്ദ്രീകരിച്ച് നേടിയ വിജയമാണ് ആധുനിക ബാക്മുത്തിന്റെ അടിത്തറ. സോവിയറ്റ് വിജയത്തിന് പിന്നിൽ സ്റ്റാലിൻഗ്രാഡിന്റെ നഗര സ്വഭാവവും വോൾഗ നദിയും നിർണായക പങ്കുവഹിച്ചിരുന്നു. ജർമ്മൻ സൈന്യത്തിന്റെ ആയുധശേഷിയെയും ആൾബലത്തെയും ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് കാര്യമായി ശോഷിപ്പിച്ചിരുന്നു. കൂടാതെ ജർമ്മനി നേരിട്ട ആദ്യ പരാജയം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തലവര തന്നെ മാറ്റിയെഴുതി. യുദ്ധം അവസാനിച്ചെങ്കിലും ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് സോവിയറ്റ് യൂണിയനെ വലിയൊരു പാഠം പഠിപ്പിച്ചിരുന്നു. മധ്യ യൂറോപ്പിനെയും സോവിയറ്റ് യൂണിയനെയും വേർതിരിക്കുന്ന കാർപ്പാത്യൻ മലനിരകൾ പിന്നിട്ടാൽ ഏതാണ്ട് സമതല പ്രദേശങ്ങളാണ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത്. ഡെനിപ്രോ നദി പോലുള്ള പ്രകൃതി നിർമ്മിത തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മറ്റൊരു വൻ സൈനിക മുന്നേറ്റത്തെ തടയാൻ സ്റ്റാലിൻഗ്രാഡ് പോലുള്ള നഗരങ്ങൾ രാജ്യത്തെമ്പാടും നിർമ്മിക്കാൻ അവർ പദ്ധതിയിട്ടു. അതിന്റെ ഭാഗമായി ഒട്ടേറെ നഗരങ്ങളെ സോവിയറ്റ് യൂണിയൻ ഉടച്ചു വാർത്തു. അക്കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പ്രതിരോധ സൗകര്യമുള്ള കോട്ടയാക്കി നവീകരിച്ച നഗരമാണ് ബാക്മുത്ത്. ബാക്മുത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമായതിനാലാണ് ബാക്മുത്തിന് ആ പേര് ലഭിച്ചത്. നഗരം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി നദിയിൽ നിന്ന് ബാക്മുത്തിന് വലം വെച്ച് 7 കിലോമീറ്റർ നീളമുള്ള കനാലും പടിഞ്ഞാറൻ മേഖലയിൽ ഒരു ഡാമും സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചു. കൂടാതെ ബാക്മുത്തിലെ ജിപ്സം ഉപ്പ് ഖനികളെ ബന്ധിപ്പിച്ച് തുരങ്ക ശൃംഖലയും തീർത്തു. 100 മൈലോളം നീളവും 320 മീറ്റർ വരെ താഴ്ചയുമുള്ള ഈ ഖനിശൃംഖല ബാക്മുത്തിന് നൽകുന്നത് അഭേദ്യമായ പ്രതിരോധമാണ്. ഫുട്ബോൾ മത്സരങ്ങളും സംഗീത നിശകളും നടത്തിയിട്ടുള്ള ഈ തുരങ്കങ്ങളിൽ വൻ ആയുധങ്ങളും ഭീമൻ യുദ്ധ ടാങ്കുകളും നിഷ്പ്രയാസം സൂക്ഷിക്കാനാകും. കൂടാതെ ഒന്നാം ലോക മഹായുദ്ധകാലം മുതൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിട്ടുള്ളതും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതുമായ ആയുധങ്ങളുടെ വലിയ ശേഖരവും ബാക്മുത്തിലെ തുരങ്കങ്ങളിലുണ്ടെന്ന് പറയപ്പെടുന്നു. ബാക്മുത്തിലെ എല്ലാ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ബങ്കറുകളുണ്ട്. അതിനാൽ തന്നെ ബാക്മുത്തിന്റെ പ്രതിരോധം തകർക്കുക അത്ര എളുപ്പമല്ല. ഓരോ വീടുകളും ഓരോ കോട്ടകൾ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് റഷ്യൻ സ്വകാര്യ സൈനിക സംഘമായ വാഗ്നറിന്റെ തലവൻ യെഗുനി പിഗോഷിൻ വിലയിരുത്തിയതും ഇക്കാരണത്താലാണ്. 9 മാസമായി തുടരുന്ന പോരാട്ടത്തിൽ നഗരത്തിന്റെ 80% നിയന്ത്രണത്തിലാക്കിയിട്ടും ഇപ്പോഴും ബാക്മുത്ത് പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടില്ല. ഭരണസിരാ കേന്ദ്രത്തിൽ റഷ്യൻ പതാക ഉയർത്തിയ വാഗ്നർ സംഘം സാങ്കേതികമായി ബാക്മുത്തിന്റെ ഭരണം അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുക്രൈൻ ഈ അവകാശവാദം തള്ളിയിട്ടുണ്ട്. വെറും 1.5 കിലോമീറ്റർ കൂടി റഷ്യ പിടിച്ചെടുത്താൽ ബാക്മുത്ത് പൂർണ്ണമായും വളയപ്പെടും. എന്നാൽ തെക്കൻ വടക്കൻ മേഖലയിലൂടെ മുന്നേറുന്ന റഷ്യൻ സൈനിക പാർശ്വദളങ്ങളെ യുക്രൈൻ സൈന്യം പ്രതിരോധിക്കുകയും ഇടയ്ക്ക് കടുത്ത പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് നഗരം പൂർണ്ണമായും വളയുകയെന്ന റഷ്യൻ പദ്ധതിയെ തടയുന്നുണ്ട്. ബാക്മുത്തിന്റെ പതനം ഡോൺബാസിന്റെ പതനമായി വിലയിരുത്തുന്ന സൈനിക നിരീക്ഷകരുണ്ട്. റെയിൽ പാതകളുടെയും ദേശീയപാതകളുടെയും ഒരു പ്രാദേശിക സംഗമസ്ഥാനമാണ് ബാക്മുത്ത്. നിർണായകമായ ഈ പാതകളുടെ നിയന്ത്രണത്തോടെ സ്ലെവിയാൻസ്ക്, ക്രിമറ്റോസ് തുടങ്ങിയ ഡോൺബാസിലെ പ്രധാന നഗരങ്ങളെ ആക്രമണ പരിധിയിൽ കൊണ്ടുവരാൻ റഷ്യയ്ക്ക് സാധിക്കും. ബാക്മുത്തിന്റെ പിൻനിരയിൽ ഒരുക്കിയിരിക്കുന്ന യുക്രൈനിന്റെ 2-3 പ്രതിരോധ നിരകൾ റഷ്യൻ മുന്നേറ്റത്തിൽ തകർന്നാൽ ഡോൺബാസിന്റെ സകല മേഖലകളിലും റഷ്യ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. ബാക്മുത്ത് വളയപ്പെടുകയും സപ്ലൈ റൂട്ടുകൾ ആക്രമണ പരിധിയിൽ വരികയും ചെയ്തതോടെ ആദ്യഘട്ടത്തിൽ യുക്രൈനിയൻ സൈനികർക്ക് പിന്മാറ്റത്തിനുള്ള ഉത്തരവ് സൈനിക മേധാവികൾ നൽകിയിരുന്നു. എന്നാൽ സൈനിക ജനറൽമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ബാക്മുത്തിൽ പ്രതിരോധം തുടരാൻ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അപ്രതീക്ഷിതമായി ഉത്തരവിടുകയായിരുന്നു. UK-യിൽ പരിശീലനം പൂർത്തിയാക്കി വന്ന സ്പെഷ്യൽ ഫോഴ്സ് അംഗങ്ങളെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തു. മറ്റു രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത ആധുനിക ടാങ്കുകൾ യുദ്ധമുന്നണിയിൽ എത്തുന്നതുവരെ ബാക്മുത്തിൽ പ്രതിരോധം തുടരാൻ അമേരിക്ക നിർദ്ദേശിച്ചെന്നും അതിനാലാണ് സൈനിക പിന്മാറ്റം യുക്രൈൻ ഉപേക്ഷിച്ചതെന്ന് വിലയിരുത്തലുമുണ്ട്. കൂടാതെ ബാക്മുത്തിലെ വിജയം റഷ്യയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസവും ആവേശവും യുക്രൈനിയൻ സേനയുടെ ആത്മവീര്യത്തെ തകർക്കുകയും ചെയ്യും. വസന്തകാലം തീരുന്ന മെയ് അവസാനത്തോടെ റഷ്യക്കെതിരെ പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കത്തിലാണ് യുക്രൈൻ. UK-യിലും അമേരിക്കയിലുമായി പരിശീലനം പൂർത്തിയാക്കി വരുന്ന പുതിയ സൈനികരെയും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടുത്തി അവസാന യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ് യുക്രൈൻ. പരമ്പരാഗത സോവിയറ്റ് ശൈലിയിൽ നിന്ന് മാറി നാറ്റോ ശൈലിയിൽ പ്രത്യാക്രമണം നടത്താനാണ് പദ്ധതി. യുദ്ധത്തിന് തീ പകർന്ന് ആധുനിക ആയുധങ്ങളുടെ പ്രവാഹമാണ് യുക്രൈനിലേക്ക്. ഒട്ടേറെ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധ ടാങ്കുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുക്രൈനിന് കൈമാറിയിട്ടുണ്ട്. അമേരിക്കയുടെ എബ്രഹാം M1 ഒഴികെയുള്ള ടാങ്കുകൾ പോളണ്ടിന്റെ അതിർത്തികൾ കടന്ന് യുക്രൈനിലെ യുദ്ധമുന്നണികളിലേക്ക് നീങ്ങി തുടങ്ങി. എന്നാൽ മഞ്ഞുരുകുന്നതും കാലം തെറ്റിയുള്ള മഴയും യുക്രൈനിലെ പീഠഭൂമികളെ ഇപ്പോഴും ചെളിക്കുളമാക്കുന്നുണ്ട്.
ബാക്മുത്തിലേക്ക് യുക്രൈൻ വിന്യസിച്ച ജർമ്മൻ നിർമ്മിത ലെപ്പാർഡ് ടാങ്കുകൾ ഇത്തരത്തിൽ ചെളിയിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സോവിയറ്റ് യുദ്ധ ടാങ്കുകളെക്കാൾ വളരെ ഭാരമേറിയ പാശ്ചാത്യ ടാങ്കുകൾ യുദ്ധഭൂമിയിലെ താൽക്കാലിക പാലങ്ങൾ കടക്കാനും ബുദ്ധിമുട്ടുന്നുണ്ട്. ഏബ്രഹാം M1 ടാങ്കുകളിലെ നിർണായകമായ പല സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ യുക്രൈനിലേക്ക് അയക്കൂ എന്ന നിലപാടിലാണ് പെന്റഗൺ. റഷ്യയുടെയോ ഇറാന്റെയോ കൈവശം ഇവ എത്തിച്ചേരാതിരിക്കാനാണ് അമേരിക്കയുടെ ഈ മുൻകരുതൽ. ഇതിന് 1 വർഷം വരെ സമയമെടുത്തേക്കാം. അതിനാൽ തന്നെ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതീക്ഷിച്ച നേട്ടം യുദ്ധഭൂമിയിൽ കൈവരിക്കാൻ യുക്രൈനിന് സാധിക്കില്ലെന്നാണ് പല സൈനിക വിദഗ്ധരും കണക്കുകൂട്ടുന്നത്. യുദ്ധത്തിൽ പാശ്ചാത്യ ടാങ്കുകളെ തകർക്കുന്ന സൈനികർക്ക് വിവിധ റഷ്യൻ കമ്പനികൾ ക്യാഷ് റിവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ വിദേശ ടാങ്കുകളെ വേട്ടയാടി തകർക്കാൻ പ്രത്യേക ടാങ്ക് കില്ലിംഗ് സംഘത്തെയും റഷ്യ ഒരുക്കിയിട്ടുണ്ട്. നിലനിൽപ്പിനായി പോരാടുന്ന റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കീഴിൽ ഈ യുദ്ധകാലത്ത് മറ്റെന്നത്തെക്കാളും ഒന്നിച്ചു നിൽക്കുകയാണ്. പുടിന്റെ സൈനിക നടപടികളെ റഷ്യൻ ജനത ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശേഷിയും കരുത്തുമുള്ള ആയുധങ്ങൾ വരും നാളുകളിൽ യുക്രൈനിലെ യുദ്ധഭൂമികളിൽ മരണത്തിന്റെ സംഹാരദൂതന്മാരായി അവതരിക്കും. യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ നിന്ന് റഷ്യ നാറ്റോ യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞ പോരാട്ടം ഏത് നിമിഷവും ഒരു ആണവ യുദ്ധത്തിലേക്കോ 3ാം ലോകമഹായുദ്ധത്തിലേക്കോ വഴിമാറിയേക്കാം. ലോകത്തെമ്പാടും പിടിമുറുക്കുന്ന സാമ്പത്തിക മാന്ദ്യം അതിന്റെ പരകോടിയിലേക്ക് ലോക ജനതയെ തള്ളിവിടും. അത് പല രാജ്യങ്ങളിലും കലാപങ്ങൾക്കും ഭരണമാറ്റങ്ങൾക്കും വഴിയൊരുക്കും. കൂടാതെ ഈ യുദ്ധത്തിൽ റഷ്യ തോൽക്കുകയോ അപമാനിക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്താൽ അത് യൂറോപ്പിന്റെ ശാശ്വത സമാധാനത്തെ പ്രതികൂലമായി ബാധിക്കും. ഈ തിരിച്ചറിവ് നാറ്റോയ്ക്കും യൂറോപ്യൻ ഭരണകർത്താക്കൾക്കും ഇനിയെങ്കിലും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബാക്മുത്തിന്റെ പതനം യുക്രൈന്റെയും നാറ്റോയുടെയും തോൽവിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റഷ്യ ഈ യുദ്ധത്തിൽ വിജയിക്കുമോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.